ഈ ലോകത്തിൽ ക്രിസ്തു സാക്ഷികളാകുവാൻ നിയോഗിക്കപ്പെട്ട അഭിഷിക്തരുടെയും സമർപ്പിതരുടെയും ജീവിതം ശുശ്രൂഷ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. കരയുന്നവരുടെ കണ്ണീരൊപ്പാനും വേദനയിൽ അവർക്കാശ്വാസമാകുവാനും ദൗർബല്യങ്ങളിൽ ബലമേകുവാനും തുടങ്ങി പാവപ്പെട്ടവർക്കാശ്രയവും അത്താണിയുമാകുവാൻ ക്രിസ്തുനാമത്തിൽ അവർ നിയുക്തരാക്കപ്പെടുന്നു. ആശ്രയമില്ലാതെ ജീവിതം കൈവിട്ടുപോയ അനേകർക്ക് ശക്തി പകരുകയും പുതിയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്ന അവർ ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു ക്രിസ്തുവായി മാറുന്നു. സ്നേഹം തന്നെയായ സത്യദൈവത്തെ ജീവിതം കൊണ്ട് ഉദ്ഘോഷിക്കുന്ന അവർ ഓരോരുത്തരിലൂടെയും ഈ ഭൂമിയിൽ ദൈവരാജ്യം പണിതുയർത്തപ്പെടുന്നു. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിലൂടെ കർത്താവ് എന്നും ഈ മണ്ണിൽ പ്രവർത്തിക്കുന്നു. വചനപ്രഘോഷകൻ, അധ്യാപകൻ, ഇടവക വൈദികൻ, സെമിനാരി റക്ടർ തുടങ്ങി ഏറെ സ്ഥാനങ്ങളിൽ സ്തുത്യർഹമാംവിധം പ്രശോഭിച്ച ചരിത്രമാണ് ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റേത്. ഇന്ന് കോതമംഗലം രൂപതയുടെ വികാരി ജനറൽ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നത് അനന്തമായ ദൈവകൃപയുടെ സമ്പന്നതയാണ്. ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ ദൈവവിളി പ്രോത്സാഹനമെന്ന ദൗത്യം പ്രത്യേകമായി ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിരുന്നതായി കാണാം. പൗരോഹിത്യ സ്വീകരണശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾ അത് തെളിയിക്കുന്നു. അതിശയകരമായ ഏറെ അനുഭവങ്ങളുടെയും വഴിനടത്തലുകളുടെയും തുടർക്കഥയാണ് ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ അജപാലന ജീവിതം. ഒരു പക്ഷേ പകരക്കാരനില്ലാത്ത ഒട്ടേറെ ദൗത്യങ്ങളിൽ വളരെ യാദൃശ്ചികമായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. സാംസ്കാരിക തനിമ കൊണ്ടും സ്വഭാവ സവിശേഷതകൾ കൊണ്ടും കേരള സമൂഹം ഏറെ വ്യത്യസ്തമാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ കാര്യവും വിഭിന്നമല്ല. വളരെ മുമ്പ് മുതൽ വൈദികരും സന്യസ്തരുമായി വലിയ ആത്മബന്ധം പുലർത്തുകയും ജീവിതത്തിൽ അവർക്ക് വലിയ സ്ഥാനം നൽകുകയും ചെയ്തു പോന്ന ഒരു ചരിത്രമാണ് നമ്മുടേത്. ആത്മീയമായും ഭൗതികമായും വികാരി അച്ഛന്മാരുടെ ഇടപെടലുകൾ സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും വിശ്വാസികൾ സ്വാഗതം ചെയ്യുന്നു. മൺമറഞ്ഞ പുണ്യചരിതരായ ഏറെ വൈദിക ശ്രേഷ്ഠരുടെ രീതികൾ തങ്ങളുടെ മുന്നിലുള്ള ദൈവജനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായിരുന്നു. ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ്റെ ഇടവക ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ വ്യക്തമാകുന്ന ചിത്രവും വ്യത്യസ്തമല്ല. ഇടവക ജനത്തെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്നേഹത്തോടെ സമീപിക്കുകയും വാത്സല്യത്തോടെ ശുശ്രൂഷ ചെയ്യുകയുമായിരുന്നു അച്ഛൻ്റെ ശൈലി. സ്നേഹപൂർണമായ ഇടപെടലുകളോടെ മാതൃകാപരമായ ഒരു വികാരി പദമായിരുന്നു അച്ഛൻ നയിച്ചിരുന്നത്. ഒരു സൗഹൃദ അന്തരീക്ഷമായിരുന്നു. അതാണ് വേണ്ടത്. സത്യം അച്ഛൻ ചെല്ലുമ്പോഴത്തേക്ക് പീപ്പിൾ ഷുഡ് ബി ഹാപ്പി. ഒരു ടെൻഷൻ, സംഘർഷം ഉണ്ടാകാതെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഇതൊന്നും സൃഷ്ടിക്കാതിരിക്കാന്നുണ്ട്. ആ സൗഹൃദത്തിൻ്റെ ഫാമിലി അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ കഴിയുക എന്നുള്ളത്. അതിന് വേണ്ടത് നമ്മുടെ ഈഗോ ഇത്തിരി കളയുക, ഞാനെന്ന ഭാവം വെടിയുക, ഇത്തിരി ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. ഞാൻ ആദ്യം പറഞ്ഞ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഇവൻ എന്നെ വഹിക്കുന്നുണ്ടാവുമോ? നമുക്ക് സംശയമാണ്. വി ഫീൽ ഇൻസെക്യൂർ. ഈ ഇൻസെക്യൂരിറ്റിയാണ് എല്ലാം നമ്മൾ പുറത്തെടുക്കുന്നത്. അതില്ലാതെ ആത്മവിശ്വാസം, ദൈവം തരുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ചെല്ലുന്നിടത്തൊക്കെ നമുക്ക് വളരെ സ്വാഭാവികതയോടെ ഇടപെടാൻ പറ്റും.
ദൈവത്തിൻ്റെ കൃപയുടെ ചാലാകാനായിട്ട് കഴിയും. അത് കഴിയാതെ പോകുന്നതാണ്. പലർക്കും അവരുടേതായ മുറിവുകളുണ്ട്. ആരും അവഗണിക്കപ്പെട്ടതിൻ്റെ ഇവനൊന്നും എന്നെ നോക്കിയിട്ടില്ല, എന്നെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അതിനൊക്കെ പകരം വീട്ടാനായിട്ട് പോകണം. അതുകൊണ്ട് ഈ പകരം വീട്ടിൽ ഉപേക്ഷിച്ചാൽ, ദൈവസ്നേഹത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഈ ജോലികൾക്ക് ആയാസരഹിത ജനം ചെയ്തോളും. നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് അവിടുത്തെ വിജയത്തിനൊക്കെ പിന്നിൽ കൈക്കാരന്മാർ ചെയ്തു, കൊച്ചന്മാർ ചെയ്തു, ഇവരൊക്കെ ചെയ്തു. നമ്മൾ തടസ്സം നിന്നില്ല. അതെല്ലാം ഭംഗിയായിട്ട് നടന്നു. പിന്നെ സ്വാർത്ഥരഹിതമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കാണണം. ഇത്തിരി വിശാല വീക്ഷണത്തോടെ കാര്യങ്ങൾ കാണാൻ കഴിയുക. ഈ രണ്ട് ദർശനം ഉണ്ടെങ്കിൽ, സ്വാർത്ഥതയില്ലാതെ വിശാലതയുണ്ടെങ്കിൽ, ഇതൊക്കെ എല്ലാത്തിനെയും ഏകോപിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അത് കൊച്ചു ഇടവകയായാലും കുടുംബമായാലും എവിടെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 9 മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കോതമംഗലം രൂപതാ മെത്രാനായി സ്ഥാനമേൽക്കുന്നത്. അധികം വൈകാതെ തന്നെ പിതാവിൻ്റെ നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ വികാരി ജനറൽ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നാനാവിധങ്ങളായ ശുശ്രൂഷാ മേഖലകളുടെ പട്ടികയിൽ അങ്ങനെ മറ്റൊന്നുകൂടി ചേർക്കപ്പെട്ടു. ദൈവം തന്നെ ഇടപെട്ട് അദ്ദേഹത്തിന് കരഗതമാക്കിയ ഏറെ പ്രവൃത്തി പരിചയങ്ങളുടെ വെളിച്ചത്തിൽ ഈ ദൗത്യത്തെയും അദ്ദേഹം മാതൃകാപരമായി മുന്നോട്ട് നയിക്കുന്നു. അനേക വൈദികർക്ക് ധ്യാനം നയിച്ചുള്ള പരിചയവും സെമിനാരി റെക്ടർ സ്ഥാനവും രൂപതാ കാര്യാലയത്തിൽ മുമ്പ് തന്നെയുണ്ടായിരുന്ന പ്രവർത്തന പരിചയവും തുടങ്ങി ഏറെ മുൻ പരിചയങ്ങൾ ഈ വേളയിൽ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാണ്. ഇവിടെ രൂപതയിൽ അധികാരമാറ്റം ഉണ്ടായി. പുതിയ പിതാവ് ചാർജ് എടുത്തു. അപ്പോൾ ആളുകൾക്ക് പറഞ്ഞു പോലും പുതിയ പിതാവ് അയക്കുമ്പോൾ ഏതായാലും ഓലിയപ്പുറച്ചൻ വികാരി രണ്ടാളാകുന്നു. ഞാൻ മാത്രം അറിഞ്ഞില്ല. കാരണം ഞാനിതൊക്കെ വയസ്സൊക്കെ ഇനി ഒന്നും ഉണ്ടാവില്ല, ഇനി നമുക്ക് സാധാരണ ജോലിയോട് തുടരാമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിതാവ് ഇങ്ങനെയൊരു ജോലി എന്നെ ഏൽപ്പിക്കുന്നത്, വികാരി രണ്ടാളിൻ്റെ ജോലി. അത് കഴിഞ്ഞതിന് മുമ്പത്തെ മെയ് മാസത്തിൽ 1.5 വർഷം കഴിഞ്ഞിരിക്കണം. അത് നടത്തി ഇവിടെ വന്നു. അത് പിതാവിൻ്റെ മോട്ടോ ആണെങ്കിൽ ലവ് നെവർ എൻഡ്സ്, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ വളരെ സൗഹൃദമുള്ള കരുതലുള്ള ഒരു മെത്രാനച്ചൻ്റെ കൂടെ രൂപതയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവസരം കിട്ടിയതും വീണ്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ആ സൗഹൃദ അന്തരീക്ഷത്തിൽ പറ്റുന്നതുപോലെ രൂപതയുടെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാനും ഒക്കെ നമുക്ക് ദൈവം അവസരം തരുന്നു. ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ്റെ പ്രവൃത്തി പഥങ്ങളിൽ ദൈവം അദ്ദേഹത്തിന് നൽകിയ അവസരങ്ങൾ ഒരിക്കലും മാനുഷികമായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നതോ പ്രതീക്ഷിച്ചിരുന്നതോ ആയിരുന്നില്ല. അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആർജിച്ചതിനേക്കാൾ ഉപരി ഒരുപാട് ദൈവം അദ്ദേഹത്തെ അഭ്യസിപ്പിച്ചു. നല്ലൊരു പ്രാസംഗികനും പ്രസംഗകലാ അധ്യാപകനുമായി ശ്രദ്ധേയനായിരുന്ന അദ്ദേഹം ഒരിക്കലും പ്രസംഗകല പഠിക്കുകയോ തിയറിറ്റിക്കലായ വശങ്ങളെക്കുറിച്ച് മുൻപ് ഏറെയൊന്നും മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല എന്നത് കൗതുകകരമാണ്. എന്നാൽ ഏറെ അവസരങ്ങളിലൂടെ ദൈവം പരിശീലിപ്പിച്ചത് തന്നെയായിരുന്നു പരികൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള രീതികളെന്നത് പിന്നീട് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ദൈവം അദ്ദേഹത്തെ നടത്തിയ വഴികളിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഏറെ. പൗരോഹിത്യത്തിന് 2-ാം വർഷം മുതൽ എന്നെ ഒരു വികാരിയിലൂടെ പരിശീലിപ്പിച്ചു. പിന്നെ മിഷൻ ലീഗിലൂടെ കൊച്ചു വേദികൾ ഒരുക്കി വളരെ സ്വാഭാവികമായിട്ട് സ്വന്തം ശൈലിയിൽ പ്രസംഗിക്കാനായിട്ട് ഒരു 3 വർഷത്തെ പരിശീലനം ദൈവം എനിക്ക് നൽകി. പിന്നീട് വന്നപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഇത്തിരി ഉയർന്ന തലത്തിൽ അധ്യാപകർക്കും സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ കൊടുക്കാനായിട്ട് അവസരം നൽകി. ഇങ്ങനെ പടിപടിയായിട്ട് പിന്നീട് നിരവധിയായിട്ടുള്ള വാർഷിക ധ്യാനങ്ങൾ, ഇടവകളിൽ കൺവെൻഷന്,
പാലാ കൺവെൻഷൻ്റെ ആദ്യ വർഷങ്ങളിൽ ഒരു മിക്കവാറും വർഷങ്ങളിലെല്ലാം ഞാൻ പോയി പ്രസംഗിക്കുമായിരുന്നു. അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട പ്രസംഗമായിരുന്നു താനും. അങ്ങനെ പടിപടിയായിട്ട് ദൈവം അവസരങ്ങൾ ഒരുക്കി എന്നെ രൂപപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ വളർന്ന് എല്ലാ വേദികളിലും അച്ഛന്മാരോടുള്ള ധ്യാനം, ഒരു മെത്രാന്മാർക്കുള്ള ധ്യാനം, സിസ്റ്റേഴ്സിനുള്ള ധ്യാനം, അങ്ങനെ സകല വേദികളിലും വചനം പ്രഘോഷിക്കാനും പ്രസംഗിക്കാനും മറ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ പറയാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി. അങ്ങനെ പ്രസംഗത്തിൻ്റെ ഒരു റേഞ്ച് ദൈവം എനിക്ക് തന്നു. പിന്നീട് എന്തും നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്വാതന്ത്ര്യവും അറിവിൻ്റെ പരപ്പുമൊക്കെ നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രസംഗകല പഠിപ്പിക്കാനായിട്ടുള്ള അവസരവും ദൈവം ഒരുക്കി തന്നു. സെമിനാരിൽ ചെന്നപ്പോൾ ആദ്യം വേറെ ഒരു അധ്യാപകനുണ്ടായിരുന്നു. തുടർന്ന് ആ സീറ്റ് അത് വേക്കൻ്റായപ്പോൾ എനിക്ക് ഹോമിലറ്റിക്സ്, ദ ആർട്ട് ഓഫ് പ്രീച്ചിങ്, അത് പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് അവസരം കിട്ടി. കുട്ടികൾക്ക് അതോടെ ഏറെ ഇഷ്ടപ്പെട്ടു. അത് 3ാം വർഷക്കാർക്കായിരുന്നു ഹോമിലറ്റിക്സ്. എൻ്റെ ക്ലാസ്സിൻ്റെ മേൻമോട്ടാവണം 1ാം വർഷക്കാർക്ക് വേണമെന്ന് വേണ്ടി പറഞ്ഞു തുടങ്ങി. അത് ടു ഏർലിയാണ് എങ്കിൽ പോലും അത് നേരത്തെ ആക്കി വെച്ചു. അങ്ങനെ സെമിനാരിൽ നിന്ന് പോരുന്നത് വരെ ഞാൻ ഹോമിലറ്റിക്സ് പഠിപ്പിച്ചു, ഈ പ്രസംഗകല. പോരുന്ന നേരത്തെ ഞാൻ പറഞ്ഞു, ഇനി ഞാനൊന്നും എടുക്കില്ല, ഞാൻ സെമിനാരിൽ നിന്ന് പോകുന്നു, ഇനി സെമിനാരിയുടെ അത് തുടരുക എന്നുള്ള എൻ്റെ ജോലിയല്ല. പക്ഷെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവരെന്നോട് ആവശ്യപ്പെട്ടു പ്രസംഗകല പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും വരണമെന്ന്. ഞാൻ വീണ്ടും ചെന്നു. അങ്ങനെ പ്രസംഗിച്ച് പ്രസംഗകല പഠിച്ച ഒരാളാണ് ഞാൻ. അല്ലാതെ പ്രസംഗകല പഠിച്ച ശേഷം പഠിപ്പിച്ച ആളല്ല. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥനയാണ്. ഒരു ആത്മീയ മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതം ദൈവവുമായുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ സ്നേഹസംഭാഷണത്തിലൂടെ അയാൾക്ക് സംലഭ്യമാകുന്ന സ്വാതന്ത്ര്യം പരിധികളില്ലാത്തതാണ്. ആത്മീയ തലത്തിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിലെ ഇടപെടലുകളിലും ദൈവം നൽകുന്ന മനോധൈര്യവും പ്രവർത്തനോർജവും മാത്രമല്ല, അറിവുകളും കഴിവുകളുമെല്ലാം അവർണ്ണനീയമാണ്. ദൈനംദിന ജീവിതത്തിലെ ഓരോ ഇടപെടലുകളിലും നാം പ്രാർത്ഥനയിൽ നിന്നും ശക്തി സ്വീകരിക്കണമെന്ന വലിയ ആഹ്വാനവും ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. ബാല്യകാലത്തെ അനുഗ്രഹീതമായ കുടുംബ പശ്ചാത്തലമാണ് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് അടിത്തറ പാകിയത് എന്ന് ആവർത്തിച്ചു പറയുന്ന അദ്ദേഹം നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അത്യന്തം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത് എനിക്ക് പ്രാർത്ഥനയിൽ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു, കുടുംബ പശ്ചാത്തലമുണ്ട്. സെമിനറി ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുടെ ഓർഡറൊക്കെ നമുക്ക് പാലിച്ചുകൊണ്ടിരുന്ന അവിടെ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രധാനമായിട്ട് യേശു ജീവിക്കുന്നു എന്ന്, യേശു ഉണ്ടെന്ന്, മാതാവുണ്ടെന്ന് എന്നുള്ള സത്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ആവശ്യങ്ങളുണ്ടാകുമ്പോൾ ഞാൻ ഒരു പ്രസംഗം പറയണം, എനിക്ക് വിഷയം അറിയാൻ പാടില്ല. ഞാൻ ഉടനെ ദിവ്യകാരുണ്യ സന്നിധി പോയി, കർത്താവേ ഇങ്ങനെ കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ സ്ട്രിക്റ്റ് ഫോർമുല അനുസരിച്ച് പ്രാർത്ഥനയൊന്നുമല്ല. ഞാൻ എൻ്റെ കാര്യം കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവിൻ്റെ ഉപദേശം തേടുന്നു, ഞാൻ വിശ്വസിച്ചുകൊണ്ട് രംഗത്ത് പോകണു. ഒത്തിരി സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പലരും ഒരു സഭയുടെ കാരിസ്മത്തെക്കുറിച്ച് പ്രസംഗിക്കണം. എനിക്ക് ആ കാരിസ്മെല്ലാം അറിയാവോ? എന്നിട്ട് ഞാൻ പോയി അവിടെ പോയി പെട്ടെന്ന് കർത്താവ് ഇപ്പം നേരം കിട്ടി വരും. ഞാൻ നേരം കിട്ടിയിട്ടില്ല, ഉടനെ ഞാൻ കപ്പേളിലേക്ക് പോകും. അവന് ഒത്തിരി കഴിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയും. 3 മിനിറ്റായിരിക്കും. ഇതൊക്കെ സമർപ്പിച്ച്, കർത്താവ് നീ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇവർക്ക് നല്ല കാര്യം കൊടുക്കേണ്ട ജോലി നിൻ്റെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ട് ഞാൻ എന്നെ വിട്ടു തന്നിരിക്കണം എന്നും പറഞ്ഞ് ഞാൻ സത്യസന്ധമായിട്ട് കുറച്ച് വാക്കും പറഞ്ഞ് തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞ് പ്രസംഗം കഴിയുമ്പോൾ ഞങ്ങളുടെ കാരിസ്മം അച്ഛൻ ഞങ്ങളെക്കാൾ കൂടുതൽ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് പ്രതികരണങ്ങളുണ്ടാവുക. അപ്പോൾ എൻ്റെ അതുപോലെ സെമിനാരിയിൽ ഞാനൊരു ഒരു നിർണായക ടോക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും കുട്ടികൾക്ക്, ഞാൻ പോയി പള്ളിയിൽ പോയി ഇത് ചടങ്ങിന് വേണ്ടി ഞാനല്ല, എൻ്റെ പ്രാർത്ഥന എൻ്റെ കാര്യം ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. അത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, കർത്താവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു സൗഹൃദമല്ല ബേസിക്കായിട്ട്. സത്യം പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് റിയലാവുക, ഒരു സുഹൃത്താവുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് കർത്താവിനെ അവിടെ സംസാരിക്കുക.
പിന്നെ കർത്താവ് കാണുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ കാണുന്നുണ്ട്, തിരിച്ചറിയാം. ജീവിതത്തിൽ മുന്നേറുവാനായി ആത്മീയമായും ഭൗതികമായും നമുക്കാവശ്യമായ ചില ഘടകങ്ങളുണ്ട്. നേട്ടങ്ങളുടെയും ഉയർച്ചയുടെയും എല്ലാം പിന്നിൽ പലപ്പോഴും ശക്തമായ കാരണങ്ങളായി കണ്ടെത്താൻ കഴിയുക ചില ബോധ്യങ്ങളാണ്. തൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ചിലതുണ്ട്. താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന ബോധ്യം ഏറ്റവും പ്രധാനമാണ് എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ആദ്യകാലം മുതൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സ്നേഹവായ്പകൾ തിരിച്ചറിയുവാനും സ്വീകരിക്കാനും കഴിഞ്ഞിരുന്നതാണ് ജീവിതത്തിൽ അടിസ്ഥാന ബോധ്യങ്ങളായി മാറിയത് എന്ന് അദ്ദേഹം സ്മരിക്കുന്നു. താൻ സ്നേഹിക്കപ്പെടുന്നു എന്ന പൂർണ്ണ ബോധ്യത്തിലേക്ക് ഓരോരുത്തരും കടന്നുവരുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിക്കുന്നു. എനിക്ക് ഒരു ഉറപ്പ്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പൊന്നും എനിക്കില്ല. മറ്റൊരു ഉറപ്പ് എനിക്കുള്ളത്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, മാതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ഉറപ്പാണ് എൻ്റെ ആത്മീയതയുടെ സ്വാതന്ത്ര്യം. എൻ്റെ ഭൗതിക പ്രവർത്തനങ്ങളുടെയും ശുശ്രൂഷകളിലെല്ലാം സ്വാതന്ത്ര്യം ഇരിക്കുന്നത് ഈ അഷുറൻസ് ഓഫ് ബീങ് ലവ്ഡ് ബൈ ജീസസ് ആൻഡ് ബൈ മദർ. അപ്പോൾ ആ ഉറപ്പ് ഇല്ലാത്തതാണ് എനിക്ക് തോന്നുന്നത്. പലരും പ്രാർത്ഥനാ ജീവിതം നയിക്കും, പക്ഷേ അവരുടെ ഭൗതിക ജീവിതം എല്ലാം വഴിവിട്ടു പോകാൻ കാരണം എന്താ? സ്നേഹിക്കപ്പെട്ടതല്ല അവർക്ക്. പ്രാർത്ഥന കഷ്ടപ്പെട്ട് അവർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ സ്നേഹത്തിന് നിരക്കാത്തതും ആ അധികാരഭാവം കാണിക്കുന്നതും ആളുകൾ വെറുപ്പിക്കുന്നതൊക്കെ കാരണം എന്താ? ഈ അടിസ്ഥാന ഭാവം അവർക്ക് ഇല്ലാതെ പോകണു. ദൈവസ്നേഹമല്ല. അതുകൊണ്ട് ദൈവത്തോട് ലയിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഉറപ്പ് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടി ഹൃദയം നമ്മൾ തുറന്നു കൊടുക്കണം എന്നുള്ളതല്ലേ. ആ വ്യക്തിപരമായ ബന്ധം വളർത്തിയെടുക്കാൻ ദൈവം ഇടവരുത്തി. എവിടെയൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. ദൈവം ഒരിക്കലും അവിശ്വസ്തനായിരുന്നിട്ടില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് ക്ഷീണിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നേരമൊക്കെ തിരിച്ച് ചിലപ്പോൾ ചെയ്യാതെയൊക്കെ വരും, പക്ഷേ എങ്കിൽ പോലും അടിസ്ഥാന ബന്ധം ഞാൻ എന്നും നിലനിർത്തി പോന്നിരുന്നു. എപ്പോഴും നിർണായം ആവശ്യമുണ്ട് അപ്പോഴൊക്കെ ഞാൻ കർത്താവിൻ്റെ ഉപദേശം ചോദിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ അംഗീകാരം തേടിക്കൊണ്ടായിരിക്കും നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്. നിൻ്റെ മഹത്വത്തിന് വേണ്ടി നാടിനെ നന്മയ്ക്കും വേണ്ടി മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കർത്താവിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുള്ളൂ. കർത്താവിന് ചെയ്യാൻ കൊള്ളാത്തൊരു കാര്യം ചോദിച്ചിട്ടില്ല. അങ്ങനെ അടിസ്ഥാന സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ബന്ധം, അതുകൊണ്ടൊരു ഭാരപ്പെടുത്താത്ത ദൈവത്തോടൊരു ബന്ധമാണ് എൻ്റേത്. അതുകൊണ്ട് ഞാൻ ആരെയും ഭാരപ്പെടുത്താറില്ല ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആയാസരഹിതമായിട്ടിങ്ങനെ പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും ദൈവം എന്നെ പഠിപ്പിച്ചു. ആ കല തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ നാം ഓരോരുത്തരുടെയും വിശിഷ്യ ശുശ്രൂഷാ മേഖലകളിലുള്ളവരുടെയും ഉള്ളിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു ബോധ്യം ദൈവം തന്നോടൊപ്പമുണ്ട് എന്നതായിരിക്കണം. അതുപോലെ തന്നെ അവിടുന്ന് എല്ലാം അറിയുന്നുവെന്നും ഏതു നിമിഷവും ഇടപെടുവാൻ അവിടുന്ന് ശക്തനാണ് എന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലേക്കും നാം വളരേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളും മനോഭാവങ്ങളും പോലും ദൈവത്തിനു മുന്നിൽ മറയ്ക്കപ്പെടുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് നാം കടന്നുവരുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചൻ ഓർമ്മിപ്പിക്കുന്നു. എക്കാലവും തൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യാവബോധത്തിൽ ജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പരിശുദ്ധ അമ്മയോട് ഇതുപോലെ തന്നെ ഒരു വ്യക്തിപരമായ ബന്ധമാണ് എനിക്കുള്ളത്. അമ്മ കൂടെയുണ്ട്, നമ്മൾ കേൾക്കുമെന്നും അമ്മ അറിയുന്നു എന്നുള്ള ആ അഷുറൻസ് എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ശുശ്രൂഷകളെല്ലാം വേണ്ടത് ഈ യേശു ജീവിച്ചിരിപ്പുണ്ട്, യേശു കൂടെയുണ്ട്. നത്താനിയേലിനോട് പറഞ്ഞില്ലേ, നീ
അത്തിമര ചുവട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന്. അതുപോലെ പറഞ്ഞു നിഷ്കളങ്കനായ ഇസ്രായേലിൻ, കാപട്യമില്ലാത്ത മനുഷ്യൻ. അപ്പോൾ ഈ യേശു നമ്മുടെ വല്ല അത്തിമരത്തിന് ചുവട്ട് വേണ്ടാതെയും കാണിക്കുമ്പോൾ ദൈവം കാണുന്നുണ്ട്. അതുപോലെ ഏത് ജാട കാണിച്ചാലും അകത്ത് തന്നെ ഇരിക്കണമെന്ന് ദൈവത്തിനറിയാം. നിഷ്കപടനായ ഇസ്രായേലിൻ. അപ്പോൾ രണ്ടും അറിയാവുന്ന ഒരു വിശ്വാസം മതി. വേറെ എവിടെ പോയാലും ദൈവം കാണും, ഉള്ളിലിപ്പോൾ ദൈവം അറിയുമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായിട്ട് വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റും. ദൈവം കാണുന്നുണ്ടെന്നുള്ള അവയർനെസ്, അത് ആത്മീയതയുടെ അടിത്തറയാണ് സത്യം പറഞ്ഞു. അപ്പം ഇങ്ങനെ ദൈവം കൂടെ ഉണ്ടെന്നും ദൈവം കാണുന്നുണ്ടെന്നും ദൈവം എൻ്റെ സ്നേഹിതനാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടിയുള്ളൊരു ജീവിതമാണ് ആത്മീയത എന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പം ആ സൗഹൃദം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് മുഴുവൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമായിരിക്കും. ഇനി കൂടുതൽ ചെയ്യാൻ പറ്റും, ഒത്തിരി ചെയ്യാനുണ്ട്, അവിടത്തോളം ചെയ്യാൻ പറ്റിയിട്ടില്ല. ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിലെ വിസ്മയനീയമായ ദൈവീക ഇടപെടലുകളിലൂടെ നാം സഞ്ചരിക്കുകയായിരുന്നു. ഈ ജീവിതം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്ന ഏറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകളുടെ മനോഹാരിത ഈ ജീവിതം വ്യക്തമാക്കുന്നു. ഒപ്പം പൂർണ്ണമായി തിരുമുൻപിൽ സമർപ്പിക്കപ്പെട്ട ഒരഭിഷിക്തൻ്റെ ജീവിതത്തെ ദൈവം എടുത്തുപയോഗിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ഈ ജീവിതം. പൗരോഹിത്യത്തിലൂടെ ഈ ലോകത്തിന് ദൈവം നൽകുന്ന അനന്തമായ അനുഗ്രഹങ്ങളുടെ രഹസ്യം ഇദ്ദേഹത്തിലൂടെ ചുരുളഴിയുന്നു. വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ അഭിഷിക്ത കരങ്ങളുടെ സ്പർശനം ദൈവസ്നേഹാനുഭവം പ്രദാനം ചെയ്യുന്ന അത്ഭുത ദൃശ്യങ്ങൾ ഈ ജീവിതത്തിലൂടെ നമുക്ക് മുന്നിൽ തെളിയുന്നു. ദൈവം തെരഞ്ഞെടുത്ത് വഴി നടത്തുന്ന അഭിഷിക്തർക്കൊപ്പം പ്രാർത്ഥനാപൂർവം ജീവിതത്തിൽ മുന്നേറുവാൻ സർവേശ്വരൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.